ആമയിഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ട ജോയിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ സംഘത്തിൽ ഏർപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ ആദരിച്ച സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ ആരോഗ്യം പോലും നോക്കാതെ സാഹസികമായി നടത്തിയ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്നും ഫയർഫോഴ്സ് മേധാവി പറഞ്ഞു. ദൗത്യത്തിന് പ്രോത്സാഹനം നൽകിയ സർക്കാർ അധികാരികൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. 46 മണിക്കൂർ നീണ്ട ദൗത്യത്തിന് ബലം കണ്ടതിന് പിന്നാലെ സംസ്ഥാന ഫയർ ആൻഡ് റെസ്ക്യൂ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിയ സംഘത്തിന് ആദ്യം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ആദരവ് നൽകി. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെയാണ് സംഘം മാലിന്യ കൂമ്പാരം നിറഞ്ഞ തോട്ടിലൂടെയുള്ള ദൗത്യം നടത്തിയതെന്ന് ഏതൊരു മലയാളിക്കും ഈ ഹീറോയിസം അഭിമാന നിമിഷമാണെന്നും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ പറഞ്ഞു. മലയാളികൾ ഉള്ളിടത്ത് എല്ലാ സ്ഥലങ്ങളിലും, ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർ ചാനൽ വഴി ലൈവായിട്ട് നിങ്ങളുടെ ഹീറോയിസം കണ്ട്, അത് വെറും ഒരു ആർട്ടിഫിഷ്യൽ ഹീറോയിസം അല്ല, റിയലായിട്ട് ആ വെള്ളത്തിൽ ഒന്ന് കാലൊന്ന് നനയ്ക്കാൻ പോലും നമ്മളാരും മടിക്കും. അതുപോലുള്ളൊരു ജലത്തിലാണ് നിങ്ങൾ മണിക്കൂറോളം കിടന്ന് രാപ്പകൽ പ്രയത്നിച്ചത്. ഉദ്യോഗസ്ഥരുടെയും സർക്കാർ അധികാരികളുടെയും ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമാണ് ഈ വിജയമെന്ന് സ്കൂബ ടീം പറഞ്ഞു. നമുക്ക് ഇത്രയും സാഹസികമായ ഈ ജോലി ചെയ്തതിൽ ഓഫീസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിന് ഏറ്റവും നന്ദി പറയുകയാണ്. ദൗത്യത്തിനിറങ്ങിയ സംഘത്തെ വിദഗ്ധ വൈദ്യ പരിശോധനയ്ക്ക് അയക്കും. ആവശ്യമായ മെഡിക്കൽ സേവനങ്ങളും നൽകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.